നേരത്തെ ദീപക് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് തീ അണയ്ക്കാൻ ശ്രമിക്കുന്തോറും മറ്റിടങ്ങളിൽ അല്ലെങ്കിൽ തീ അണച്ചു എന്ന് നമ്മൾ കരുതി എടുത്തു പോലും വീണ്ടും തീ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഫയർഫോഴ്സ് യൂണിറ്റിനെ സംബന്ധിച്ച് അവർക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നതാണ്. ആ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? ഗോപി, അത്തരം ഒരു സാഹചര്യത്തിൽ മാറ്റം വന്നു എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്നറിയോ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇതാ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ, അതായത് ആ കെട്ടിടം ഒരു താൽക്കാലിക കെട്ടിടമാണ്, വർഷങ്ങളായി പ്രവർത്തിക്കുന്നതാണ്. അവിടെ നടുവിൽ വലിയ രീതിയിൽ തീയുണ്ട്. അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഫയർ എഞ്ചിൻ ഏതാണ്ട് 30ഓളം ഫയർ എഞ്ചിനുകളാണ് ഇവിടെ ഓരോ സമയത്തായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം DCP അരുൺ കെ പവിത്രൻ ചേരുകയാണ്. അദ്ദേഹമാണ് ഈ ക്രമീകരണങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം വഹിച്ച അരുൺ കെ പവിത്രൻ. ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. അല്ല, ഇപ്പം ഫയർഫോഴ്സ് അറിയിച്ചത് കൺട്രോൾ സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫ്രണ്ടിലെ ഏരിയ അത് വെള്ളം അകത്തേക്ക് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് നീക്കം ചെയ്താണ് അവർ ഈ പറയുന്ന രീതിയിൽ ഫോമും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് അവർ തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ കൺട്രോൾഡ് സിറ്റുവേഷനാണ്, പക്ഷേ പൂർണ്ണമായിട്ട് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ പല ഭാഗങ്ങളിലായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളതുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊള്ളുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമെന്നാണ് അവർ അറിയിച്ചത്. ഇനിയിപ്പോൾ കൂടുതൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം ഇപ്പോഴും കണ്ടെയ്ൻ ചെയ്യപ്പെട്ടുവെങ്കിലും പടരുന്നുണ്ട് ജലമാകത്ത്. ഇല്ല, അത് ഫയർഫോഴ്സ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഫയർ ഓഫീസർ ഇവിടെ ഉള്ളതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളോടെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. താങ്ക് യു ഗോപി. അരുൺ കെ പവിത്രൻ IPS ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ പറഞ്ഞു. നമുക്ക് ജനപ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അഹമ്മദ് ദേവർഗോവിൽ MLA നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത വലിയ രീതിയിലുള്ള ഒരു തീയാണ്. ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. 5 മണിക്കൂർ പിന്നിട്ട് തീ ദൃശ്യമായ സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള ഫയർഫോഴ്സുകളെത്തി തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. തീ കൂടുതൽ നിയന്ത്രണമാകുന്നില്ല എന്ന് കണ്ട ഘട്ടത്തിലാണ് നമുക്ക് എയർപോർട്ടിലുള്ള ഫയർഫോഴ്സും തൊട്ടടുത്ത ജില്ലകളിലെ ഫയർഫോഴ്സിനൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയായി തന്നെ ആ കർമ്മങ്ങൾ ഉദ്യോഗസ്ഥർ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എടുത്തു പറയാവുന്നൊരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് മറ്റ് ആളപകടമില്ലാതെ ഇരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടായി. മറ്റ് വർക്കിംഗ് ഡേയിലായിരുന്നെങ്കിൽ വലിയ അപകടത്തിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കടകളൊക്കെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. അതോടൊപ്പം ഈ തീപിടിച്ച ഏരിയ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗൺ ആണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മറ്റപകടങ്ങളില്ലാതെ ഒഴിവാക്കാൻ കഴിഞ്ഞു. തീ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നതില്ലാതെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ നേട്ടം. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. താങ്ക് യു. ഈ ഘട്ടത്തിൽ അത് തന്നെയാണ് ഗോപി. കാരണം ഈ കെട്ടിടത്തിൻ്റെ ഫയർ സേഫ്റ്റി അവതാളത്തിലായിരുന്നു, നമുക്കറിയാവുന്നതാണ്. പക്ഷേ എന്നാൽ ഈ ഘട്ടത്തിലല്ല അത് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മാത്രവുമല്ല, കോർപ്പറേഷൻ അറിയിച്ചത് ഈ രക്ഷാപ്രവർത്തനം തീ അണക്കൽ കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഇതിൻ്റെ മറ്റു പരിശോധനയിലേക്കും നടപടികളിലേക്കും കടക്കും എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വിവിധ മത സാമുദായിക സംഘടനാ നേതാക്കൾ എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ. അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനകളുടെ എല്ലാം നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇത്തരം ഒരു ഘട്ടത്തിൽ നാടാകെ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ദൃശ്യങ്ങളിൽ. കാരണം പോലീസ്, സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഒരുമിച്ച് ഈ തീ അണക്കാൻ വേണ്ടി പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കോഴിക്കോടിൻ്റെ ഒരു ഐക്യം നമുക്കിതിൽ കാണാൻ സാധിക്കും. എല്ലാവരും ഈ പൊടുന്നനെയുണ്ടായ തീയെ നേരിടാൻ വേണ്ടിയുള്ള കൂട്ടായ ശ്രമത്തിലാണ്. ഫയർ ഉദ്യോഗസ്ഥർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് നാട്, കോഴിക്കോട് നഗരം. ഗോപി.